നമസ്കാരം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണണം. കണ്ടാൽ പോരാ. ഇതിൽ പറയുന്ന ആശയങ്ങൾ അത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് അധികാരികളുടെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും കൂടി ചെയ്യണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഓക്കെ. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ എങ്ങനെ വികസനം കൊണ്ടുവരാം? കേരള ഗവൺമെൻറ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി. കേരള ഗവൺമെൻറ്റുമുണ്ട്, കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഇതേ സാമ്പത്തിക പ്രതിസന്ധി തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ പണക്കാരും പാവപ്പെട്ടവരും തമ്മിൽ ഉള്ള അന്തരം വളരെ വലുതാണ് കേരളത്തിൽ. ഓക്കെ. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷൻ എന്താണ്? ഒരു സൊല്യൂഷൻ അല്ല ഉള്ളത്. ഏകദേശം 5ഓളം സൊല്യൂഷനുകൾ അതിനുണ്ട്. ഇത് കൃത്യമായി കേരളത്തിലെ ഗവൺമെൻറ്റിന് അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. അതൊന്ന് ക്രോഡീകരിച്ച് പറയുകയാണ്, ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരുപക്ഷേ പല പ്രശ്നങ്ങൾക്കിടയിൽ ഗവൺമെൻറ് ഇത് മറന്നു പോയിട്ടുണ്ടാവാം. ഓക്കെ. അപ്പോൾ ഒന്നാമതായി പറയാനുള്ളത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഏതൊരു സമൂഹത്തിനും സാമ്പത്തികമായിട്ട് വികസിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ കയ്യിൽ ഒരുപാടുള്ളതും നമുക്ക് ചുറ്റുമുള്ള മറ്റ് സമൂഹങ്ങൾ എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾക്കും രാജ്യങ്ങൾക്കും ഇല്ലാതിരിക്കുന്നതുമായ എന്തെങ്കിലും കുറേ വിഭവങ്ങൾ, ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എണ്ണ. ഈ അടുത്ത കാലം വരെയും ഇപ്പോഴും ക്രൂഡ് ഓയിൽ ഗൾഫിൽ ഒരുപാടുണ്ട്, മറ്റ് രാജ്യങ്ങളിലില്ല. സ്വാഭാവികമായിട്ടും ഗൾഫിന് അത് സപ്ലൈ ചെയ്തുകൊണ്ട് വലിയ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ പറ്റി. കേരളവും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കേരളത്തിൻ്റെ കയ്യിൽ ഒരുപാടുള്ളതും മറ്റുള്ള സ്റ്റേറ്റുകളുടെയും മറ്റുള്ള രാജ്യങ്ങളുടെയും കയ്യിൽ ഇല്ലാത്തതുമായിട്ടുള്ള സമ്പത്തുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം പഠനം നടത്തി അതിനെ ഉപയോഗപ്പെടുത്തുക, അതിനെ കൃത്യമായി വിപണനം ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്കും ജനങ്ങളുടെ കയ്യിലേക്കും ഇഷ്ടം പോലെ പണം വന്നൊഴുകും. അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇതിന് സാധ്യതയുള്ള, മറ്റുള്ളവരുടെ കയ്യിൽ ഇല്ലാത്തതും കേരളത്തിൻ്റെ കയ്യിൽ ഉള്ളതുമായിട്ടുള്ള കുറച്ച് മേഖലകളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമതായി നിങ്ങൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ആരോഗ്യ മേഖല തന്നെ. കേരളത്തിൽ ഒരുപാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി പേര് ശ്രദ്ധിക്കൂ. ഇന്ത്യയിൽ ഇത്രയധികം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വേറെ എവിടെയില്ല. മേ ബി ലോകത്ത് പോലും ഇത്രയധികം തിങ്ങി നിറഞ്ഞ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉള്ള രാജ്യങ്ങൾ തന്നെ കുറവായിരിക്കും, അല്ലേ? ഇവയെ കൃത്യമായി കേരളത്തിൽ ഇത്രയധികം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ട് എന്ന് നമ്മൾ ഇപ്പം സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ട് നിൽക്കുന്ന മറ്റൊരുപാട് സ്റ്റേറ്റുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. പക്ഷേ അവിടെ ഒന്നും ആരോഗ്യ മേഖല അത്രയധികം നല്ല ആശുപത്രികൾ അവിടെ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടുമുള്ള പല രാജ്യങ്ങൾ, ഓൾറെഡി ഗൾഫിൽ നിന്നും മാൽദീവ്സിൽ നിന്നുമൊക്കെ ചികിത്സയ്ക്ക് കേരളത്തിലേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിലും കുറേ കൂടി അഗ്രസീവായിട്ട് ഈ ടൂറിസത്തെ മാർക്കറ്റ് ചെയ്യുന്നത് പോലെ കുറേ കൂടി അഗ്രസീവായിട്ട് കേരളത്തിലെ ഈ ഒരു ആശുപത്രികളുടെ പൊട്ടൻഷ്യൽ അതിനെ കൃത്യമായി നമ്മൾ ആഫ്രിക്കൻ കൺട്രീസിലേക്കും കൂടി ഫോക്കസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യണം. കാരണം ആഫ്രിക്കൻ കൺട്രീസ് ഒരുപാട് ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആഫ്രിക്കൻ കൺട്രീസ് ഉണ്ട്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം അഫോർഡബിൾ റേറ്റിൽ വളരെ ക്വാളിറ്റി, അമേരിക്കയിലൊന്നും പോകണ്ട, വളരെ ക്വാളിറ്റിയുള്ള ചികിത്സ കേരളത്തിൽ അവൈലബിൾ ആണ് എന്ന് നമ്മൾ ഇതൊക്കെ ഉണ്ട് ഓൾറെഡി. പക്ഷേ ഇതിൻ്റെ ഒന്നും മാർക്കറ്റിംഗ് കറക്റ്റ് അല്ല. ഈവൻ നിങ്ങൾ പോയി യൂറോപ്പിലും അമേരിക്കയിലും കൂടെ പോയി നിങ്ങൾ അത്രയും അഗ്രസീവായിട്ട് അവിടെ എത്ര മാർക്കറ്റ് കിട്ടും എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ പരമാവധി ആത്മാർത്ഥതയോടുകൂടി ഗവൺമെൻറ് ഒഫീഷ്യൽസും പണിയെടുത്ത് മാക്സിമം മാർക്കറ്റിംഗ് ചെയ്യണമെന്നേ. ഈ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ മുഴുവൻ, ഇവിടെ നേപ്പാളുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ഇവിടെ ഒന്നും ആരോഗ്യ മേഖല ശരിയല്ല. പക്ഷേ അവിടേക്ക് പണമുള്ള ആൾക്കാരുണ്ടാകും, പണമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ കാണും. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികളുമായും ഒക്കെ ചേർന്നുകൊണ്ട് കേരളത്തെ ഒരു ഹെൽത്ത് ഡെസ്റ്റിനേഷൻ എന്നതിൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇൻകം ആ ഒരു രീതിയിൽ കേരളത്തിലേക്ക് എത്തും. അതുകൂടാതെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അസോസിയേറ്റഡ് ഇൻഡസ്ട്രികളുണ്ട്. ബയോമെഡിക്കൽ മേഖലയിലെ ഇൻഡസ്ട്രികൾ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രികൾ, ഇവിടെ എല്ലാം ഒരുപാട് തൊഴിൽ ജനറേറ്റ് ആവും. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഇൻകം ടാക്സ് ആയിട്ടും ഇൻഡയറക്റ്റ് ടാക്സുകളുടെ ഒക്കെ രൂപത്തിൽ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ഇൻകത്തെ എത്തിക്കും. ഇനി ഇത് കൂടാതെ
ഈ നമ്മുടെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം പരമാവധി നഴ്സിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജുകളും നല്ല ക്വാളിറ്റിയിൽ സീറ്റുകൾ കൂട്ടുക. ഓൾറെഡി ഉള്ളത് പോരാ, പരമാവധി കൂട്ടിക്കൊണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോപ്പുലേഷൻ കൂടുതലുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം അവർ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടും കൂടി ചേർന്നുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിലെ കുട്ടികളെ കേരളത്തിലെ നഴ്സിംഗ് കോളേജുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത്, അതുപോലെ കേരളത്തിലെ യുവാക്കളെയും ട്രെയിനിങ് കൊടുത്തുകൊണ്ട് കെയർ ഗിവർമാരാക്കി മാറ്റിക്കഴിഞ്ഞാൽ നാളെ ഒരിക്കൽ കേരളത്തിനും ഇന്ത്യക്കും ആവശ്യമായിട്ട് ഇവരെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ വിദേശ നാണ്യം പഴയതുപോലെ തന്നെ വലിയ രീതിയിൽ എത്തിക്കത്തക്ക രീതിയിൽ ഇന്ത്യക്ക് തന്നെ ഈ ഒരു കെയർ ഗിവിങ് മേഖലയിലെ വലിയ മാൻ പവർ സപ്ലയറായിട്ട് മാറാനും ലോകത്തിന് തന്നെ കെയർ ഗിവിങ് അങ്ങനൊരു ആശയം തന്നെ പ്രധാനമന്ത്രിക്കുണ്ട്. അപ്പോൾ അതിനൊരു സാക്ഷാത്കരിക്കുന്നതിന് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ പറ്റും, ഈ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക്. അപ്പോൾ ഇതെല്ലാം തന്നെ ആത്യന്തികമായി വരുമാനമായി മാറുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം പണത്തെ കേരള ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങളാണ്. ഇത് ആരോഗ്യ മേഖലയിൽ മാത്രം പറഞ്ഞ കാര്യമാണ്. ഇനി ഈ ആരോഗ്യ മേഖലയിൽ വേറൊരു സാധനമുണ്ട്. ആരോഗ്യ മേഖലയും ടൂറിസവും ഓൾറെഡി ഉള്ളതാണ്. ആയുർവേദം. ഈ ആയുർവേദത്തിൻ്റെ കാര്യമെടുത്താൽ കേരളം ഒരു വലിയ ആയുർവേദത്തിന് അത്രയധികം വലിയ നമ്മുടെ കൾച്ചറുണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ ഈ ആയുർവേദിക് കൾച്ചറിനെ നമുക്ക് ഇപ്പോൾ അലോപ്പതിയിൽ പരിഹാരമില്ലാത്ത ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതിന് യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിൽ നിന്നും എല്ലാം ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തയ്യാറാണ്. അലോപ്പതി അവിടെ ഉണ്ടായിരിക്കാം, പക്ഷേ ആയുർവേദം അവിടെ ഇല്ല. അപ്പം ഒരുപാട് തരത്തിലുള്ള ഈ വേദനകൾ, അതുപോലെ ന്യൂറോളജി, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിൽ സൊല്യൂഷൻ ഉണ്ടെന്ന് നമ്മൾ അഗ്രസീവായിട്ട് പോയി മാർക്കറ്റ് ചെയ്യുക. ചെറിയ രീതിയിൽ ഇപ്പോൾ അഗ്രസീവായിട്ട് പണം ഇറക്കി മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടക്കൽ പോലെയുള്ള അതുപോലെ ഒരുപാട് ഈ തൈക്കാട്, മൂസ, അങ്ങനെ കുറേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ ആയുർവേദ മേഖലയിലെ ഈ ചികിത്സകരെയൊക്കെ ശക്തമായി നിങ്ങൾ ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡിൽ നിന്ന് ഇങ്ങോട്ട് ഇഷ്ടം പോലെ പണമുള്ള ആൾക്കാർ ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. ആയുർവേദത്തിലൂടെ അതുപോലെ തന്നെ ആയുർവേദ മേഖലയ്ക്ക് ഒരുപാട് തൊഴിൽ കണ്ടെത്താൻ കൊടുക്കാൻ പറ്റും. യുവാക്കൾക്ക് വളരെ ഇൻകം നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യുന്ന ആയുർവേദ പ്രാക്ടീഷണേഴ്സായിട്ട് മാറാൻ, ഡോക്ടർമാർ തൊട്ട് ഒഴിച്ചിൽ, തിരുമൽ, അങ്ങനെയുള്ള മേഖലയ്ക്കെല്ലാം വളരെ വലിയ ഒരു എന്താ പറയുക ജോലി സൃഷ്ടിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയെ ഒന്ന് ഹെൽത്ത്, അതുപോലെ തന്നെ ഈ ഹെൽത്തിൽ തന്നെയുള്ള ആയുർവേദം, അതിനെ വേറൊരു സെക്ടറായിട്ട് തന്നെ മാറ്റിക്കൊണ്ട് ടൂറിസവുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അഗ്രസീവായിട്ട് മാർക്കറ്റ് ചെയ്യുക. ഇഷ്ടം പോലെ പണം ഗവൺമെൻറ്റിലേക്ക് എത്തും. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളിലേക്ക് തൊഴിലവസരങ്ങളും ഒരുപാട് സൃഷ്ടിക്കും. ഒന്ന് അലോപ്പതി മേഖലയും അതുപോലെ തന്നെ ആയുർവേദ മേഖല. ആയുർവേദം നമ്മുടെ സ്വന്തമാണ്. ഗൾഫിന് എണ്ണ പോലെയാണ് കേരളത്തിന് ആയുർവേദം. അത് അത്ര വലിയൊരു പൊട്ടൻഷ്യലുള്ള സാധനം. അതിനെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങളും കാണും. അതിനെ വേണ്ട രീതിയിൽ നമ്മൾ ഇതുവരെ ഉപയോഗിക്കുന്നില്ല. മാർക്കറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അഗ്രസീവ് മാർക്കറ്റിംഗ് അല്ല. നമുക്ക് വേണ്ടത് അഗ്രസീവായിട്ട് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ പറഞ്ഞു ഹെൽത്ത്, ആയുർവേദം. പിന്നെ തീർച്ചയായിട്ടും വേറെ പൊട്ടൻഷ്യലുള്ളൊരു മേഖലയാണ് കൃഷി. അപ്പോൾ ചോദിക്കും, കൃഷി ചെയ്യാൻ ഇവിടെ ഭൂമിയില്ല, വന്യമൃഗ ശല്യം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അത് വേണ്ടെന്നേ. ടെക് റിലേറ്റഡ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, പുതിയതായിട്ട് കണ്ടുപിടിച്ചാണ്. വെർട്ടിക്കൽ ഫാമിങ്, ഹൈഡ്രോപോണിക്സ്, ഇതൊക്കെ ഉണ്ട്, ഇതിനെപ്പറ്റി അറിയാം. പക്ഷേ ഇതൊന്നും അഗ്രസീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. യുവാക്കളായിട്ടുള്ള പഠിച്ചിറങ്ങുന്ന കുറേ യുവാക്കളെങ്കിലും അഗ്രികൾച്ചർ റിലേറ്റഡ് കോഴ്സുകളിലേക്ക് തിരിച്ചു വിടണം ഗവൺമെൻറ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കും വേണ്ട ട്രെയിനിങ്ങും അവയർനെസ്സും കൊടുത്തിട്ട് ഈ വെർട്ടിക്കൽ ഫാമിംഗ് പോലെയുള്ള രീതികൾ പരീക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന കുറേ ഓർഗാനിക്കായിട്ടുള്ള കുറേ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട്. ഈ പറയുന്ന ഇലക്കറികളൊക്കെ ഈ ഹൈഡ്രോപോണിക്സ് രീതിയിലും വെർട്ടിക്കൽ ഫാമിംഗ് രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ പല സ്പൈസസും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ഗവേഷണം നടത്തി നോക്കണം. അപ്പോൾ ഇതിലൂടെ കേരളത്തിനൊരു ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ മാറാൻ കഴിയും. അങ്ങനെ ഒരു ബ്രാൻഡ് തന്നെ, കേരള ബ്രാൻഡഡ് ആയിട്ടുള്ള ഓർഗാനിക് ഫുഡിൻ്റേതായിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെ ആ ഒരു രീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. സിക്കിമൊക്കെ ഓൾറെഡി ഓർഗാനിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നല്ല, പക്ഷേ ഓർഗാനിക് ആയിട്ടുള്ള കുറേ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും.
അത് കഴിക്കട്ടെ, കുട്ടികളൊക്കെ കഴിക്കട്ടെ. വരും തലമുറയിലേക്കൊക്കെ ഈ പറയുന്ന കുറേ ഓർഗാനിക് ഫുഡ് എത്തട്ടെ, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എത്തട്ടെ. അതിലൂടെ നമ്മുടെ ആരോഗ്യ മേഖല കുറേ കൂടി ആളുകളുടെ ആരോഗ്യം വർദ്ധിക്കും. അതുപോലെ അതിൽ നിന്നും ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുന്നതാണ്. പിന്നെ അപ്പോൾ ഈ ഒരു 3 മേഖല തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ. ആരോഗ്യ മേഖല, അതിൽ തന്നെ ആയുർവേദത്തിൻ്റെ വലിയ പൊട്ടൻഷ്യൽ, പിന്നെ ഈ ഓർഗാനിക് ഫുഡിൻ്റെ മേഖല. പിന്നെ ഇനി ടൂറിസം. ഓൾറെഡി ഹെൽത്ത് ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. അതല്ലാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ടൂറിസം ഓൾറെഡി ഇവിടെ ഉണ്ട്. 25-30 വർഷമായി, 30 35-40 വർഷത്തോളമായി ടൂറിസം ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ച് സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ്, SGK ഒക്കെ സന്തോഷ് ജോർജ് സാർ ഒക്കെ പറയുന്നത് പോലെ അത് കുറേ സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ഗ്രാമങ്ങൾക്കും ടൂറിസ്റ്റ് പൊട്ടൻഷ്യൽ ഉണ്ടെന്നേ. നമ്മൾ ഈ ആലപ്പുഴയും മൂന്നാറിനെ ഒന്ന് വിടണം. ഈ ആലപ്പുഴയും മൂന്നാറിനെ മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാതെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള മുഴുവൻ ഡിസ്ട്രിക്റ്റിലെ ഓരോ ഗ്രാമങ്ങളിലും ഈ പറയുന്ന വില്ലേജ് ടൂറിസത്തിന്, ഫാം ടൂറിസത്തിനും ഒക്കെ ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതിനെ മുഴുവനായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാകണം. അവിടെയും അഗ്രസീവായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ, ബ്യൂറോക്രാറ്റ്സിൻ്റെ ഒരു ഇടപെടൽ വരണം. അതുപോലെ പ്രൈവറ്റ് NGOസിനെയൊക്കെ യൂസ് ചെയ്യണം. എല്ലാം ഈ ഇക്കോ ടൂറിസം എന്നും പറഞ്ഞ് കുറേ കാട്ടിലും മലയിലും കയറുന്ന പരിപാടിയും ഇത് മാത്രമല്ല, അതൊക്കെ നല്ലതാണ്. പക്ഷേങ്കിൽ ഇത്രയും നല്ല ബീച്ചുകളുള്ള, ഇത്രയും നല്ല ഗ്രാമങ്ങളുള്ള നമ്മുടെ നാട്ടിലെ ഒരുപാട് പഴയ ഓടിട്ട വീടുകളുണ്ട്. ഇനിയുള്ളവ പൊളിഞ്ഞു പോകാതെ ഗവൺമെൻറ് ഫണ്ട് ചെയ്തുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ തയ്യാറാകുക. ഗവൺമെൻറ് അതിനെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അടഞ്ഞു കിടക്കുന്ന റിസോർട്ടുകൾ പോലുള്ള ഒരുപാട് 2 നില വീടുകളുണ്ട് വിദേശ മലയാളികളുടെ. അവരുമായിട്ടൊരു കരാറുണ്ടാക്കി കുറച്ചൊരു വാടക അവർക്ക് കൊടുത്തുകൊണ്ട് ആ വീടുകളെയൊക്കെ റിസോർട്ടുകളായിട്ട് ഉപയോഗിക്കുക. കേരളത്തിലെ ഈ പറയുന്ന വില്ലേജ് ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഉറപ്പായും വിദേശികൾക്കിടയിൽ ഇതിന് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അവർക്ക് സൈക്ലിംഗ് ആയിട്ടും അല്ലെ ബൈക്ക് ടൂർസ് ആയിട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കേരളത്തെ ഒരു ടൂറിസം സർക്യൂട്ടിലേക്ക് കൊണ്ടുവന്നിട്ട്. ഇല്ലേ? തീർച്ചയായിട്ടും പറ്റുമെന്നേ. ഓൾറെഡി ഉള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഇവിടെ എല്ലാം കുറേ കൂടി ഒന്ന് അഗ്രസീവായിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഇംപ്ലിമെൻറ്റേഷനും മാർക്കറ്റിങ്ങും, ഏതൊരു പ്രൊഡക്റ്റും കേരളത്തിൽ ഇങ്ങനെ നമുക്ക് സെല്ല് ചെയ്യാവുന്ന കേരളത്തിൻ്റെ സ്വന്തം യുണീക്കായിട്ടുള്ള ഈ പ്രൊഡക്റ്റുകളെ നമുക്ക് അഗ്രസീവ് മാർക്കറ്റിങ്ങിലൂടെ വേൾഡിനെ നമുക്ക് കേരളത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റണം. ഇപ്പം ചൈനയിലേക്ക് വേൾഡ് എത്തിയതുപോലെ ഈ കേരളത്തിൻ്റെ ഈ ഒരു 3-4 പ്രൊഡക്റ്റുകളെ വേൾഡ് കേരളത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്തിക്കാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. അതുപോലെ മറ്റൊരു മേഖല പിന്നെ IT-യുടെ കാര്യം പറയണ്ടല്ലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോഡിംഗ് എന്ന് പറയുന്ന സാധനം വളരെ ഹൈ പേയിങ് സ്കില്ലാണ്. തൊഴിൽ രഹിതരായിട്ട് നിൽക്കുന്ന ഏതാണ്ട് 11 ലക്ഷം സ്ത്രീകളും പുരുഷനോട് ചേർന്ന് 11 ലക്ഷം ഡിഗ്രിക്കാർ കേരളത്തിൽ തൊഴിൽ രഹിതരായിട്ട് നിൽക്കുന്നുണ്ട്. ഇവരിൽ കോഡിംഗ് സ്കില്ല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ലക്ഷം ആൾക്കാരെങ്കിലും കോഡിംഗ് പഠിക്കാൻ ബുദ്ധിയുള്ളവർ കാണും. ഇവരെ നിങ്ങൾ കോഡിംഗ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്കുകൾ ഇവർക്ക് നേടിയെടുക്കാൻ പറ്റും. IT കമ്പനികളിൽ ഇവർക്ക് ഉറപ്പായിട്ടും ജോലിക്ക് കയറാൻ പറ്റും. ഇവരെല്ലാം നമ്മുടെ പൊട്ടൻഷ്യലാണ്. ഇത്രയും ബുദ്ധിയുള്ള, ഇത്രയും അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവാക്കളെന്ന് പറയുന്നത് ഗൾഫിന് എണ്ണ പോലെ തന്നെയാണ്. ഇവരെ കോഡിംഗ് ഒന്ന് പഠിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ബ്രോട്ടോടൈപ്പും എൻട്രീഡ് ആപ്പും. ഇവരൊക്കെ നല്ല ക്വാളിറ്റി കോഡിംഗ് കൊടുക്കുന്നതാണ്. പക്ഷേ ഇവരുടെയൊക്കെ പലർക്കും കോഴ്സുകൾ അത്ര അഫോർഡബിൾ അല്ല. അപ്പോൾ ഗവൺമെൻറ് കുറേ സബ്സിഡിയൊക്കെ കൊടുത്ത് ഇവരുമായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് ഈ യുവാക്കൾക്ക് ഈ പറയുന്ന കോഡിങ്ങിൻ്റെ സ്കില്ലൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇവരെല്ലാം പൈസ ഉണ്ടാക്കട്ടെ, ഇവരെല്ലാം ഇൻകം ടാക്സ് അടയ്ക്കട്ടെ, ഇവരെല്ലാവരും ഇൻകം ടാക്സ് അടയ്ക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലോട്ട് എത്തട്ടെ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പണം ഉറപ്പായിട്ട് ഒരു 10 വർഷത്തിനകത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ നമുക്ക് വലിയൊരളവിൽ പരിഹരിക്കാനും പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ഒരു അന്തരത്തെ ഇല്ലാതാക്കാനും ഉറപ്പായിട്ടും കേരള ഗവൺമെൻറ് ഇച്ഛാശക്തിയോടുകൂടി തീരുമാനിച്ചാൽ പറ്റുമെന്നേ. കേരള ഗവൺമെൻറ്റും യുവാക്കളും യുവസംഘടനകളും ഒക്കെ. പിന്നെ പണം മാത്രം, ഇത് പണമാണ്. ഈ പണത്തോടൊപ്പം തന്നെ ഒരു സമൂഹം വികസിക്കുക, സന്തോഷവും സമാധാനവും കൂടെ ഉണ്ടാകുമ്പോഴാണ്. ക്രൈം റേറ്റുകൾ കുറയണം, ആൾക്കാരുടെ നിരാശ കുറയണം. ആ ഒരു മേഖലയിലൊക്കെ ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ പാരലായിട്ട് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു പരിഗണന കേരള സമൂഹം കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്കിടയിലുള്ളത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷനിൽ തന്നെ കുറേ കൂടി സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടുന്നൊരു അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കുന്നത്.
അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിന് പാരലായിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അതിനുള്ള ഒരു എന്താ പറയുക, ഒരു ഒരു ഇൻഫർമേഷൻ, ഒരു സൈൻ എന്ന പോലെ ഈ ഒരു വീഡിയോയെ കണ്ടാൽ മതി. ഈ വീഡിയോ കൊള്ളാം, ഇതിൽ പറയുന്ന ആശയങ്ങൾ നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളിത് പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യൂ. ചാനൽ കൊള്ളാമെങ്കിൽ, ആശയങ്ങൾ കൊള്ളാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രിപ്ഷൻ അല്ല, അത് നിങ്ങൾ ചെയ്താൽ എനിക്ക് സന്തോഷം. അത് കുഴപ്പമില്ല. നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക. ഈ ആശയം കൊള്ളാമെന്ന് തോന്നിയാൽ പരമാവധി ഷെയർ ചെയ്ത് നിങ്ങൾ തന്നെ ഈ ആശയങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കൂ. ഓക്കെ, ഗവൺമെൻറ്റിനൊപ്പം നമ്മളും പരമാവധി, യുവാക്കളായിട്ടുള്ള ആളുകളും പരമാവധി ഈ മേഖലകളിലൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കൊരു വികസിതമായിട്ടുള്ള കേരളത്തെ എല്ലാ മലയാളികളും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് നിന്ന് നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുത്തെടുക്കേണ്ടതുണ്ട്. കേരളവും മാത്രമല്ല, നമ്മുടെ രാജ്യവും ഒരുമിച്ച് വികസിക്കണം. രാജ്യത്തിനൊരു വഴികാട്ടിയായി നിൽക്കാൻ കേരളത്തിന് പറ്റുന്ന കുറേ മേഖലകളുണ്ട്. അവിടെ ഈ രാഷ്ട്രീയമായ ഭിന്നതകളൊന്നുമല്ല. കേന്ദ്ര സർക്കാരുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് ഈ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് ആ ഒരു ഫെഡറൽ സംവിധാനത്തെ എന്നും വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ തന്നെയാണുള്ളത്. എല്ലാവർക്കും അറിയാം. പിന്നെ കുറച്ച് രാഷ്ട്രീയം കാര്യങ്ങളും ഇതിനിടയ്ക്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ആത്യന്തികമായി രാഷ്ട്രീയക്കാർക്കൊക്കെ രാജ്യം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ്. അപ്പോൾ എല്ലാം നന്നായി വരട്ടെ, നന്നായി വരും. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ 2047 ആ ഒരു വികസിത ഭാരതം എന്ന് പറയുന്ന ഒരു ആശയം അത് നടപ്പിലാകും. അത് നടപ്പിലാക്കുന്നതിൽ കേരളത്തിന് ഒത്തിരി ചെയ്യാനുണ്ട്. ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്തെടുക്കും. ജയ് ഹിന്ദ്.